നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ അനുസരിച്ച രണ്ട് കാര്യവും നടക്കും. പക്ഷേ അതിന് അമ്മ സമ്മതിക്കണമെന്ന് മാത്രം. മീനാക്ഷി മാറി നിൽക്കും. മൈഥിലി സമ്മതിക്കുകയും ചെയ്യും. എനിക്കറിയാം എന്ത് വേണമെന്ന്. സാവിത്രി പറഞ്ഞു തന്നെയാ ശരി. അവരുടെ മകന്റെ കാര്യത്തിൽ അവര് തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. സാവിത്രി, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ. ജഗദീഷിന്റെ കാര്യത്തിൽ ഇടപെടാനും അത് പരിഹരിക്കാനും അമ്മ മിനിസ്റ്റർ വിളിച്ചിരുന്നല്ലോ. പറയൂ. മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ജഗദീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് കേരള പോലീസല്ല, തമിഴ്നാട് പോലീസാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടപെടുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. ജഗദീഷിനെ കുറച്ച് ദിവസത്തേക്ക് ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തണം. സാവിത്രി, ഞാനും സാവിത്രിയും ചെമ്പകമംഗലത്തെന്നല്ല എവിടെയും പേടിക്കേണ്ട ഒരേ ഒരാളേ ഉള്ളൂ. അത് ജഗദീഷാണ്. അവൻ ചെമ്പകമംഗലത്താകുന്നത് നമുക്ക് ആപത്താണ്. അവൻ ചെറിയ കക്ഷിയല്ല, അവന്റെ അച്ഛനെയാണ് കാണാതായിരിക്കുന്നത്. ആ കേസ് അവൻ പോക്കും. വാളിന്റെ കേസിലും അവൻ ഇടപെടും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന ഷൺമുഖൻ പറയുന്നത്? അവൻ തൽക്കാലം അവിടുന്ന് മാറി നിൽക്കണമെന്നല്ലേ പറയുന്നത്? അതിനുള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കാം. അതുകൊള്ളാം, നല്ല ഐഡിയ. അപകടകാരികളെ മാറ്റി നിർത്തണം. അതിനുള്ള പോം വഴിയാ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിലിപ്പോ അമ്മ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ചെയ്യുന്നതാ നല്ലത്. അയാൾക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താ എന്റെ ജഗദീശന്റെ കാര്യം അവതാളത്തിലാവും. അതാ എന്റെ പേടി. അതിന് ജഗദീഷിന്റെ കാര്യം പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മൈഥിലിയുടെ കാര്യമല്ലേ പറയുന്നത്. അവള് ചെയ്തു കൂട്ടിയതൊക്കെ ഇനി ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്കറിയാൻ? അങ്ങനെയുള്ളവളുമായി ഈ കുടുംബത്തിന് ഒരു ബന്ധവും വേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെന്തിനാ ഞാൻ ചോദിക്കുന്നേ? നേരത്തെ ചേച്ചി പറഞ്ഞത് അമ്മയും കേട്ടതാണല്ലോ. അവരുടെ മകന്റെ കാര്യം അവർ തീരുമാനിച്ചോളാന്ന് എന്ന് പറഞ്ഞാ വേറെ ആരും അമ്മ പോലും അഭിപ്രായം പറയണ്ടെന്ന്. അവളുടെ മകന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ പറയാലോ. അതിൽ നിന്ന് എന്നെ ആരും വിലക്കില്ലല്ലോ. അമ്മ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നേ? മീനാക്ഷിക്ക് വേണ്ടിയോ അതോ ഈ കുടുംബത്തിന് വേണ്ടിയോ? ഈ കുടുംബത്തിന് വേണ്ടി. എങ്കിൽ അമ്മ ആദ്യം ചെയ്യേണ്ടത് മൈഥിലിയെ അംഗീകരിക്കുക എന്നുള്ളതാ. കാർത്തിക്കിന്റെ ആദ്യ ഭാര്യ, യഥാർത്ഥ ഭാര്യ അങ്ങനെയൊന്നുമില്ല. അവൻ ഒരു ഭാര്യയുള്ളൂ, അത് മൈഥിലിയാ. മൈഥിലി ചെയ്തതൊക്കെ അമ്മ പറയുമ്പോഴും സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മുൻപെന്തോ ആയിക്കോട്ടെ, ഇപ്പൊ കാർത്തികിനൊരു ആപത്തുണ്ടായപ്പോ മൈഥിലിയല്ലേ ഓടി വന്നേ? അമ്മ വെള്ള പൂശാൻ നോക്കുന്ന മീനാക്ഷി എന്താ ചെയ്തേ? ആ കൊച്ചിനെ എടുത്തോണ്ട് ഇന്ദ്രജയുടെ അടുത്തേക്ക് ഓടി.
ആര് പ്രസവിച്ച കുഞ്ഞാമേ അത്? അതൊക്കെ എന്താ എല്ലാരും മറക്കുന്നേ? കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ടാണ് മീനാക്ഷി ഇപ്പോഴും അതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് അമ്മ വിശ്വസിച്ചിരിക്കുന്നെങ്കിൽ അമ്മയെ തന്നെ അത് മാറ്റണം. അമ്മയെ അവൾക്ക് വേഗം പറ്റിക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ ബാക്കിയുള്ളവരെല്ലാരും അങ്ങനെയല്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവളുടെ ആവശ്യം സ്വത്താ. അതുകൊണ്ട് മീനാക്ഷിക്ക് സ്നേഹം. അതെല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അവൾ ആ കുഞ്ഞിനെ കൊന്നു കളയുന്ന വരെ എനിക്ക് സംശയമുണ്ട്. അമ്മ ഞെട്ടണ്ട, ഞാൻ പറഞ്ഞതൊക്കെ തന്നെ നടക്കുള്ളൂ. ഇത്രയും നാളും കാർത്തികിന്റെ കൂടെ കഴിഞ്ഞ മീനാക്ഷിക്ക് അവനൊരു അപകടം പറ്റിയപ്പോ അവനെ ഉപേക്ഷിച്ച് പോവാൻ പറ്റിയെങ്കില് അവൾ ഇതും ചെയ്യും, ഇതിനപ്പുറം ചെയ്യും. അമ്മേ, നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാ. അമ്മ ക്ഷമിക്ക്. അമ്മയ്ക്കറിയാലോ, ഭർത്താവിനെ നഷ്ടപ്പെട്ട് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന എനിക്ക് ഇനി ആകെ ഉണ്ടെന്ന് പറയാൻ എന്റെ മോനേ ഉള്ളൂ. അവന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ. മകന്റെ ജീവിതം താളം തെറ്റുന്നത് നോക്കി നിൽക്കുന്ന ഒരു അമ്മയുടെ വേദന ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം അമ്മ അത് അനുഭവിച്ചു കഴിഞ്ഞതാ. അതുകൊണ്ട് കൂടുതൽ അമ്മയോട് എനിക്കൊന്നും പറയാനില്ല. ഒരപേക്ഷയേ ഉള്ളൂ. മൈഥിലിയുടെ കാര്യത്തിൽ അമ്മ വാശി പിടിക്കരുത്. മീനാക്ഷി എനിക്കിഷ്ടമാണെങ്കിൽ പോലും ആദ്യം എന്റെ മരുമകളായി കയറി വന്നത് മൈഥിലിയെ. ഇപ്പൊ എന്റെ മോന്റെ കാര്യത്തിൽ ഓടി വന്നതും അവളാ. അവള് ചെയ്ത തെറ്റ് മറക്കാതെ തന്നെ അവളോട് നമുക്ക് ക്ഷമിച്ചൂടെ അമ്മേ? കാർത്തികിന്റെ കാര്യം മാത്രമല്ലല്ലോ ഇപ്പൊ ഇവിടെ, ജഗദീഷിന്റെ കാര്യം കൂടിയില്ലേ? മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ അനുസരിച്ച രണ്ട് കാര്യവും നടക്കും. പക്ഷേ അതിന് അമ്മ സമ്മതിക്കണമെന്ന് മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.